സംഗതി രാഹുൽ മാങ്കൂട്ടത്തിലിനെ സസ്പെൻഡ് ചെയ്ത് ഒന്ന് പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി നിർത്തിയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി പ്രതിരോധിക്കാൻ കുറച്ച് ദിവസം ഉണ്ടാകില്ല എന്നതും കോൺഗ്രസിന് ഒരു വലിയ തിരിച്ചറിവാണ്. ആ തിരിച്ചറിവുള്ളപ്പോഴാണ് നീ ഇല്ലെങ്കിൽ ഇല്ല, നമുക്കിതാ മറ്റാളുകളുണ്ട് എന്ന് പറയും വിധം സന്ദീപ് വാര്യരൊക്കെ രംഗത്തെത്തുന്നത്. വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞത്, ഞാൻ കുറച്ച് ബോംബുകൾ, കോൺഗ്രസ് ക്യാമ്പ് കുറച്ച് ബോംബുകളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, ആ ബോംബുകൾ എവിടെയൊക്കെ ഇടും, ഒന്ന് CPM ആസ്ഥാന മന്ദിരത്തിലിടും, മറ്റൊന്ന് BJPയുടെ മാരാർജി ഭവനിലിടും എന്നൊക്കെയാണ് സതീശൻ വെല്ലുവിളിച്ചത്. എന്നിട്ടൊരു നനഞ്ഞ ഓലപ്പടക്കം എടുത്ത് BJPയുടെ ആഫീസിലേക്ക് അങ്ങോട്ട് എറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇതൊരു ഞാൻ ബോംബിട്ടിരിക്കുകയാണ്, നിങ്ങളിപ്പോൾ നശിച്ച് നാരായ വേരറ്റ് പോകുമെന്നാണ് VD സതീശൻ്റെയും സന്ദീപ് വാര്യരുടെയും ഒക്കെ പൊങ്ങച്ചം. C കൃഷ്ണകുമാറിനെതിരെ കാലങ്ങൾക്ക് മുമ്പേ കൊടുത്ത പരാതിയാണ്. അതൊരു കുടുംബ വഴക്കാണ്. ആ കുടുംബ വഴക്കാണ് എന്ന് എഴുതി തള്ളരുത് എന്നാണ് ഇപ്പോഴത്തെ പരാതി. ആ സ്ത്രീയെ, ആ യുവതിയെ C കൃഷ്ണകുമാർ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ട്, മോശപ്പെടുത്തിയിട്ടുണ്ടെന്നൊക്കെയാണ് ആരോപണം. C കൃഷ്ണകുമാറിൻ്റെ ഭാര്യയും കൃഷ്ണകുമാറിനൊപ്പം രാഷ്ട്രീയ രംഗത്തുള്ള, പൊതുരംഗത്തുള്ള BJP നേതാവാണെന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത്. അപ്പോൾ C കൃഷ്ണകുമാർ ഒരു യുവതിയെ പീഡിപ്പിച്ചു എന്ന പരാതിയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർജിയുടെ പേഴ്സണൽ കമ്പ്യൂട്ടറിൽ വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന് ഇമെയിലിൽ അയച്ചിട്ടുള്ള സന്ദേശം, ആ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ റിപ്ലൈയും കിട്ടുമല്ലോ, പരാതി ഇതാ സ്വീകരിച്ചിരിക്കുന്നു, നിങ്ങളുടെ മെയിൽ കിട്ടി, കണ്ട് ബോധിച്ചിരിക്കുന്നു എന്നുള്ള റിപ്ലൈയും വന്നു കഴിഞ്ഞു. അത് ആ യുവതി കൃത്യമായിട്ട് സോഷ്യൽ മീഡിയ ആളുകൾക്ക് കൊടുത്ത് അതൊക്കെ ഇങ്ങനെ പുരപ്പുറത്ത് മേഞ്ഞ് നടക്കുന്നുണ്ട്. ഇത് VD സതീശനിട്ട ബോംബാണോ, സന്ദീപ് വാര്യരിട്ട ബോംബാണോ, ആരിട്ട ബോംബാണെന്ന് ഇതുവരെ വ്യക്തമാകുന്നില്ല. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, പാലക്കാട് BJPയിൽ നല്ല വേരോട്ടമുള്ള വ്യക്തിയാണ് സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യരെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കണം എന്നൊരു അഭിപ്രായമുണ്ടായിരുന്നു ബൈ ഇലക്ഷൻ സമയത്ത്. അപ്പോഴാണ് ഈ കൃഷ്ണകുമാർ തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയായത്. കൃഷ്ണകുമാറിനെ എതിര് നിന്ന മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ കൃഷ്ണകുമാറിനെ നിർത്തരുത് എന്ന് ആവശ്യപ്പെട്ടിട്ടും സന്ദീപ് വാര്യർ തഴയപ്പെടുകയും കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാവുകയും ചെയ്തു. അപ്പോൾ തന്നെ നമുക്കറിയാം, കൃഷ്ണകുമാറിനെതിരെ എന്തൊക്കെയോ പടക്കം സന്ദീപ് വാര്യരുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ മുന്നൊരുക്കങ്ങൾ നടത്തുന്നുണ്ടെന്ന്. അതുകൊണ്ടാണ് സന്ദീപ് വാര്യർ ഇടപെട്ട് ഈ യുവതിയെ ചാക്കിട്ട് പിടിച്ചിട്ട് കൃഷ്ണകുമാറിനെതിരെ ഒരു പരാതി അങ്ങ് കൊടുത്തത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ BJPയുടെയും, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ BJPയും അതുപോലെ തന്നെ CPMഉം കോൺഗ്രസിനെ താറടിക്കുകയും തകർത്ത് എറിയുകയും ചെയ്തു. അതിനകത്ത് യാതൊരു അഭിപ്രായ വ്യത്യാസവും കേരളത്തിലെ ജനങ്ങൾക്കുണ്ടാകില്ല. കോൺഗ്രസ് ഇനി ആ കിടക്കയിൽ വീണ പാടിൽ നിന്ന് എണീക്കണമെങ്കിൽ കുറച്ചു കാലമെടുക്കും. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ ഇപ്പോൾ ജയിച്ചു കളയുമെന്ന വാശിയായിരുന്നു കോൺഗ്രസിനും, പ്രത്യേകിച്ച് സതീശൻ എന്ന സ്വാർത്ഥ മതിയായ പ്രതിപക്ഷ നേതാവിനും. പക്ഷേ അവിടെ കൊണ്ടൊന്നും തീരില്ല. ഈ ഇലക്ഷനും നിങ്ങൾ മൂക്കിട്ട് ഇക്ഷ ഇണ്ണ വരയ്ക്കും. BJP ബഹുദൂരം മുന്നോട്ട് പോയിരിക്കുന്നു, CPMഉം ബഹുദൂരം മുന്നോട്ട് പോയിരിക്കുന്നു. നിങ്ങൾ ഇവിടെ കിടന്ന് അത്തോ വിത്തോ എന്ന് പറഞ്ഞ് പുനഃസംഘടന അങ്ങനെ, പുനഃസംഘടന ഇങ്ങനെ, ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ, പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി CPM കോഴിഫാം എന്ന് പറഞ്ഞ് പ്ലക്കാർഡ് പിടിച്ച് സമരം ചെയ്താലൊന്നും വലിയ കാര്യമില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങളുടെ മുച്ചൂടും മുടിച്ചുകൊണ്ടാണ് ആരോപണ വിധേയനായത്. അപ്പോൾ അത് പ്രതിരോധിക്കാൻ സന്ദീപ് വാര്യർ കണ്ടെത്തിയ മാർഗമാണ് C കൃഷ്ണകുമാറിനെതിരെയുള്ള ഈ ലൈംഗിക പീഡന പരാതി. ആ പരാതിയിൽ BJP എന്ത് തീരുമാനമെടുക്കുമെന്ന് ഇനി കണ്ടറിയണം. കാരണം ബംഗളൂരുവിലുള്ള രാജീവ് ചന്ദ്രശേഖർ മടങ്ങിയെത്തിയ ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക തീരുമാനം ഉണ്ടാവുകയുള്ളൂ. C കൃഷ്ണകുമാർ ഇപ്പോൾ കോർ കമ്മിറ്റി അംഗമാണ്. കോർ കമ്മിറ്റി അംഗത്തെ തിരഞ്ഞെടുത്ത കഥയൊക്കെ നമുക്കറിയാമല്ലോ. ഒരു വിഭാഗം നേതാക്കളെ മുഴുവൻ ചവിട്ടി തേച്ച് കളഞ്ഞിട്ട് ചില ന്യൂനപക്ഷ പ്രീണനം, അങ്ങനെ പ്രീണനം, ഇങ്ങനെ പ്രീണനം എന്ന് പറഞ്ഞിട്ടാണ് കോർ കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത്. 12-ൽ നിന്നും നേരെ ഇരട്ടിയാക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഒരു കാര്യവുമില്ല എന്നാണ് പറയുന്നത് BJP അണികൾ. ഏതായാലും അണികൾക്ക് രാജീവ് ചന്ദ്രശേഖർജിയോടുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടുവെന്ന് BJPക്കാർ തന്നെ മുറവിളി കൂട്ടുന്നുണ്ട്. അതിനിടയിൽ C കൃഷ്ണകുമാറിനെ കൂടി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ പാലക്കാടിൽ അംഗം മുറുക്കിയിരിക്കുന്ന സന്ദീപ് വാര്യർക്ക് കുറെ കൂടി എളുപ്പമായിരിക്കും എന്നാണ് അവിടെ വിജയിച്ച് കയറുക. BJP അടപടലം തോറ്റ് തുന്നമ്പാടും കൃഷ്ണകുമാറിനെതിരെ നടപടിയെടുത്താൽ. കാരണം ഈ പരാതി വളരെ നേരത്തെ വന്നതാണ് എന്ന തിരിച്ചറിവ് BJPക്ക് ഉണ്ടെങ്കിൽ കൃഷ്ണകുമാറിനെതിരെ നടപടി ഉണ്ടാകില്ല. VD സതീശൻ ബോംബല്ല ഇട്ടത്, വെറും ഒരു ഓലപ്പടക്കം, ആ ഓലപ്പടക്കവും നനഞ്ഞ് ചീറ്റിപ്പോയി എന്ന് രാഷ്ട്രീയ കേരളം വിലയിരുത്തും.